ഹലോ ഗൈസ്, വെൽക്കം ടു എസ്റ്റെക് മീഡിയ. എൻ്റെ കയ്യിൽ ഹോളിലാൻഡിൻ്റെ ലാർക്ക് M2 M2S രണ്ട് മൈക്കും ഉണ്ട്. നിങ്ങൾ അൺബോക്സിങ് വീഡിയോ ഒക്കെ കണ്ട് വെറുതെട്ടിരിക്കുകയായിരിക്കും. ഞാൻ ജസ്റ്റ് അൺബോക്സിംഗ് ഒന്നുമല്ല, ആദ്യം തന്നെ ഇതിൻ്റെ രണ്ടിനെയും കുറച്ച് കമ്പാരിസൺ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് ജസ്റ്റ് ഇത് അൺബോക്സ് ചെയ്യുന്ന എന്നാലും നിങ്ങളൊന്ന് കണ്ടോ കേട്ടോ. ഇത് നമ്മളുടെ M2 ആണ്, കണ്ട അത്രേ ഉള്ളൂ. ഇനി നമുക്ക് M2Sലോട്ട് പോവാം. കണ്ട നല്ല ഒന്നാന്തരമായിട്ട് കർവിയായിട്ട് അടിപൊളിയായിട്ടൊക്കെ ഡിസൈൻ ചെയ്ത് ഇറക്കിയതാണ്. പക്ഷേ എനിക്ക് മറ്റേതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാര്യം അതിനൊരു പ്രീമിയം ലുക്കുണ്ട്. എന്തായാലും നമുക്കിതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സി ടൈപ്പ് റിസീവർ, ട്രാൻസ്മിറ്റർ 1, ട്രാൻസ്മിറ്റർ 2, പിന്നെ ദാണ്ടെ റിസീവർ, നമ്മുടെ ക്യാമറയുടെ റിസീവർ. ഓക്കെ, ഇത്രയും സാധനമാണ് ഈ കുഞ്ഞു ബോക്സിനകത്ത് വരുന്നത്. ഇനി M2ലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ബോക്സിൽ നമ്മുടെ ലൈറ്റനിങ് റിസീവറോ അതുപോലെ തന്നെ സി ടൈപ്പ് റിസീവറോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു റിസീവറേ വരുന്നുള്ളൂ. ആ റിസീവർ ക്യാമറയിൽ കണക്ട് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രീമിയം ലുക്കൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ആരും നോക്കാത്ത സാധനം കൊടുക്കണം. പിന്നെ ഇതിലൊരു പൗച്ച് ഉണ്ട് ഗൈസ്. അപ്പം നിങ്ങൾ ചോദിക്കും മറ്റേതേ പൗച്ചില്ലേന്ന്. അതിലും ഉണ്ട് പൗച്ച്. ഇത് പുതിയ മോഡലൊക്കെ ഇറക്കിയ പോകുമ്പോൾ പൗച്ചൊക്കെ ഒന്ന് മാറ്റിക്കൂടെ? എന്തായാലും പൗച്ചുണ്ട്. നമുക്കിനി ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. iPhone 16 എടുത്തവർക്ക് മാത്രമേ ഇതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഒക്കെ ഉള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം പഴയ ഐഫോണിൻ്റെ ലൈറ്റനിങ് റിസീവർ ഇതിനകത്തില്ല. പിന്നെ എപ്പോഴും ക്യാരി ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾക്ക് ചെയ്യാണല്ലോ മെയിൻ അല്ലേ എന്ന് കരുതിക്കൊള്ളും. അപ്പോൾ അടുത്തതിലോട്ട് പോവാം. നമ്മളുടെ നോയിസ് റിഡ്യൂസർ. ഇതിന് അടിപൊളിയായിട്ടുള്ളൊരു ഫീച്ചറുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമ്മുടെ M2ൽ വരുന്ന നമ്മുടെ നോയിസ് റിഡ്യൂസർ കണ്ട ഉച്ചക്കൂടെ കണക്കിരിക്കുന്ന സാധനം. ഇത് നമ്മളുടെ ആ ഒരു റിസീവറിലല്ല ട്രാൻസ്മിറ്ററിൽ പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. ഇതിനകത്തൂടെ നമ്മൾ ആദ്യം ഇതിനെ സ്പേസൊക്കെ ഉണ്ടാക്കി വലിച്ച് പിന്നെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന അടിപൊളി ഒരു ഫീച്ചറാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എങ്കിലും ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു റബ്ബർ ബുഷ് ഉണ്ട്. ആ റബ്ബർ ബുഷ് ജസ്റ്റ് ഒരു 2 സെക്കൻഡോ 3 സെക്കൻഡത്തെ കാര്യമുള്ളൂ. അതിന് ജസ്റ്റ് ഇതൊന്ന് ക്ലിയർ ആക്കിയിട്ട് ആ റബ്ബർ ബുഷ് വിസിബിൾ ആക്കിയിട്ട് ഇത് നമ്മളുടെ ഇതിൻ്റെ റിസീവർ, നമ്മുടെ ഈ ട്രാൻസ്മിറ്ററിൻ്റെ മൈക്ക് ജസ്റ്റ് അകത്തോട്ട് ഒന്ന് പുള്ള് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിയർ ചെയ്യുക, പുള്ള് ചെയ്യുക. ഇത്രയും ഈസിയാണ്. ഇത് യൂസ് ചെയ്യാനും ഭയങ്കര രസമാണ് കേട്ടോ. അതുപോലെ 2 റിസീവറിനും 2 നോയിസ് റിഡ്യൂസർ വരുന്നുണ്ട്. പിന്നെ A to C കേബിൾ. അത് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർക്ക് M2 ആണെങ്കിലും M2S ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേംവെയർ അപ്ഡേഷൻ മസ്റ്റായിട്ട് നടത്തിയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് കേസ് ഉൾപ്പെടെയാണ് നമ്മൾ ഫേംവെയർ അപ്ഡേഷൻ നടത്തുന്നത്. ഇപ്പോൾ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് സി ടൈപ്പ് കണക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു കേബിൾ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ഹൈലൈറ്റ് ആണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ C to ലൈറ്റനിങ് കേബിളാണ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഐഫോണിൻ്റെ റിസീവറൊന്നും നമുക്കിത് തന്നിട്ടില്ല. ജസ്റ്റ് പഴയ ഐഫോണിൻ്റെ, പുതിയ 16 ഒക്കെ സെയിം ആയിട്ട് വരുന്നുണ്ട്. പഴയ ഐഫോണിൻ്റെ റിസീവർ ഇത് തരുന്നില്ല. സോ അതിന് വേണ്ടിയിട്ട് അവരൊരു ലൈറ്റനിങ് കേബിൾ നമ്മൾ തന്നിട്ടുണ്ട്. ഇത്രയാണ് ഇതിൽ വരുന്നത്. പക്ഷേ ഇതിൽ വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു നോയിസ് റെഡ്യൂസർ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഉപയോഗിക്കാൻ. ഇപ്പോഴും ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്. അതൊന്നല്ല, 2 എണ്ണം വരുന്നുണ്ട്. പിന്നെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് മാഗ്നറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഈ മൈക്കിൽ ബാക്ക് വരുന്ന മാഗ്നറ്റ് ഊരി നമുക്ക് ബാഗ് ഇട്ടിട്ട് ജസ്റ്റ് ഇതെടുത്ത് പിടിപ്പിക്കാം. അതൊരു നല്ല ഫീച്ചറാണ്. ഈ ഓക്സ് കേബിൾ 2ലും ഒരേപോലെ തന്നെ വരുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ആൻഡ് ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. മാല, അതിനകത്ത് മാഗ്നറ്റ് ഉണ്ട്. ഇത് വേണമെങ്കിൽ പിടിപ്പിച്ചിട്ട് മാലയായിട്ട് തൂക്കിടാം. അതൊക്കെ വിട്ടല്ലേ, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. മേജറായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതൊരു ടൈറ്റാനിയം പ്ലേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന ചെറിയൊരു മൈക്കാണ്. കണ്ടല്ലോ, അത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്തിട്ടാൽ ഡ്രസ്സിലൊന്ന് കണക്ട് ചെയ്തിട്ടു എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നില്ല. ഇങ്ങനൊരു സാധനം വെച്ചതായിട്ട് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാനും പറ്റില്ല. പക്ഷേ ഈ ഒരു സാധനം കുറച്ച് എക്സ്പോസിങ് ആണ്. ഇത് M2, ഇത് M2S. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഡിഫറൻസ് മനസ്സിലാവും. നമ്മൾ പ്രൊജക്ഷൻ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത് ഇത്രയും ചെറിയൊരു പാർട്ട് മാത്രമേ ഉള്ളൂ. സോ ഇത് വളരെ ടൈനി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഫീച്ചറാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കേസ്, ഈ മാഗ്നറ്റ് ഞാനിപ്പം ഉടുപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാഗ്നറ്റ് ഉള്ളിൽ പോകും. പിന്നെ അതെടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ഒരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയതാണ്. അതിൻ്റെ പോരായ്മകൾ മറികടന്നുകൊണ്ടാണ് ഈ ഒരു മൈക്കിനെ കൊണ്ടുവന്നത്. ഇതിനകത്ത് ടൈറ്റാനിയം പ്ലേറ്റ് ഒക്കെയാണ് വരുന്നത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്
ഹോളി ലാൻഡ് ലാർക്ക് M2ൻ്റെ വോയിസ്. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ലാർക്ക് M2S-ൻ്റെത്. ദേ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലാർക്ക് M2S-ൻ്റെ വോയിസ് ആണ്. അതുപോലെ തന്നെ ലാർക്ക് M2 ആൻഡ് M2S-ന് വലിയ നോയിസ് റിഡക്ഷൻ വ്യത്യാസങ്ങളൊന്നും എനിക്ക് ഇതുവരെയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ക്യാമറ, ആക്ഷൻ ക്യാമറ, അതുപോലെ തന്നെ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, മൊബൈൽ ഫോൺ, ഇതിനകത്ത് എല്ലാം നമുക്ക് ഈ രണ്ട് മൈക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം രണ്ട് മൈക്കല്ല, രണ്ട് കേസും അത്യാവശ്യം നല്ല രീതിയിൽ ചാർജ് നമ്മളെ സേവ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു മൈക്ക് ഓൾമോസ്റ്റ് ഒരു 30 മണിക്കൂറിന് മുകളിൽ യൂസ് ചെയ്തതിന് ശേഷമാണ് ഇത് കുത്തിയിടേണ്ടി വന്നത്. ബട്ട് ഇത് അതിലും കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. ബട്ട് ഇതിൻ്റെ മൈക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല, എങ്കിലും കേസ് വൈസിൽ ഇത് കൊള്ളാം. ഇതിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ പറഞ്ഞുതരാം. നമുക്ക് ഓൾമോസ്റ്റ്, അതായത് പ്ലെയിൻ ഏരിയയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 300 മീറ്റർ വരെ ഇതിന് റേഞ്ച് കിട്ടും. ബട്ട് ഒരു ക്രൗഡ് അല്ലെങ്കിൽ അത്യാവശ്യം നോയ്സി ഉള്ള ഒരു ഏരിയയിലാണെന്നുണ്ടെങ്കിൽ എറൗണ്ട് ഒരു 50 തൊട്ട് 100 മീറ്ററിനകത്തേ ഇതിന് വോയിസ് കവറേജ് കിട്ടുള്ളൂ. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 300 മീറ്ററൊക്കെ കിട്ടും. ഈ സാധനം ഇപ്പോൾ ആമസോണിൻ്റെ വില 16,490 രൂപയും ഇതിനാവുമ്പോൾ 12,490 രൂപയാണ് വില. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.